ഹലോ ഹായ് നമസ്കാരം. എന്താണ് ഹനാൻ ഷായ്ക്കും ആര്യ ദയാലിനും ഗൗരി ലക്ഷ്മിക്കും ഒക്കെ നമ്മുടെ തമ്മിൽ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാസർഗോഡ് വെച്ച് ഹനാൻ ഷാ എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഓൾസോ എ സിംഗർ, അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ഇവൻറ്റ് സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ഇവൻറ്റുമായി ബന്ധപ്പെട്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില കമൻറ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ടർ വിജയ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിപാടികളുമായി ബന്ധപ്പെട്ട് ക്രൗഡ് മാനേജ്മെൻറ്റിലെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു. വലിയ ആൾക്കൂട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ പാലിക്കേണ്ട മിനിമം സേഫ്റ്റി, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്. വിജയ് എന്നുള്ള പേര് മാറ്റി ഹനാൻ ഷാ എന്ന് പേരിട്ടിട്ട് അതേ കണ്ടന്റ് വീണ്ടും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണുന്നത് ഹനാൻ ഷായ്ക്കെതിരെയുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിനാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. ഇവൻ്റെയൊക്കെ പരിപാടി കാണാൻ പോകാൻ ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ, ഇതുങ്ങൾക്കൊക്കെ ഭ്രാന്താണോ, പിന്നെ അച്ഛൻ പുച്ഛൻ തെറികളാണ്. തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2K -- എന്ന് പറഞ്ഞ് തെറി വിളിച്ചിട്ട് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, ഇവരൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്നു. ഇതിനൊരു മോശം കാര്യമായി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹനാൻ ഷായുടെ പ്രോഗ്രാം കാണാൻ പോകുന്നു എന്ന് പറയുന്നത് പോലത്തെ കാര്യങ്ങളെ ഒരു മോശം കാര്യമായി ചിത്രീകരിക്കുന്നവരുടെ, ഇതിനെ ഒരു പ്രശ്നമായി കാണുന്നവരുടെ പ്രശ്നങ്ങൾ രണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊന്ന് ഓഫ് കോഴ്സ് ഫാൻസിനെ ഒരുപാട് പോപ്പുലർ ആവുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ പ്രശ്നം, ശുദ്ധ സംഗീതം മരിക്കാൻ പോവാണ്, ഇവരൊക്കെ ചേർന്ന് നമ്മുടെ ശുദ്ധ സംഗീതത്തിനെ അങ്ങോട്ട് കൊല്ലും. ആ ഒരു പേടിയാണ് ചില ആൾക്കാർക്ക്. അതിപ്പോൾ ഹനാൻ ഷായുടെ കാര്യത്തിൽ മാത്രമല്ല, ഗൗരി ലക്ഷ്മി പാടുമ്പോൾ, ആര്യ ദയാൽ പാടുമ്പോൾ, സിത്താരയുടെ നടുപ്പേജ് കീറുമ്പോൾ, ആൻഡ്രിയയുടെ ഇല്ലുമിനാറ്റി വരുമ്പോൾ ശുദ്ധ സംഗീതം ഇല്ലാണ്ടായി പോകുന്നത് സഹിക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളാണ്. ഈ ആർട്ടിലേക്ക് വരുമ്പോൾ, സംഗീതത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ഞാൻ ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിതൊക്കെയാണ് ഇഷ്ടം. ഈ പുതിയ ജനറേഷൻ്റെ മാറ്റങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, അതിന് ഇഷ്ടപ്പെടാത്തത് എന്തോ കുറവാണ് എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ ഇവരുടെ എക്സ്പ്രഷൻ, അവരുടെ ആർട്ടിൻ്റെ എക്സ്പ്രഷൻ, അതിനെ കുറ്റപ്പെടുത്താനോ അതുമാത്രമാണ് ശരി എന്ന് പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ നമുക്കിഷ്ടപ്പെടുന്നത് മാത്രമാണ് ശ്രേഷ്ഠം, അതുമാത്രമാണ് അംഗീകരിക്കപ്പെടേണ്ടത്. നമുക്കിഷ്ടപ്പെടാത്തതൊക്കെ വളരെ മ്ലേച്ഛമാണ്, അതൊന്നും കൊള്ളൂല, അതിനെതിരെ വെറുപ്പാകാം, വെറുപ്പ് പടർത്താം എന്ന് പറയുന്ന ചിന്തയുണ്ടല്ലോ, അതിനെ ചൂണ്ടിക്കാണിക്കാനും അതിനെ വിമർശന വിധേയമാക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പേരുകളിൽ ഹനാൻ ഷാ എന്നുള്ള പേര് മാറ്റി സ്ത്രീകളായിട്ടുള്ള സിംഗേഴ്സിന്റെ പേരിലേക്ക് വരുമ്പോൾ മൂന്നാമതൊരു ഇഷ്യൂ കൂടി ഉണ്ടാകുന്നുണ്ട്. തുണി പറിച്ചിട്ട് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നൊരു കുറ്റപ്പെടുത്തലും കൂടിയുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രശ്നമുണ്ടല്ലോ, അസൂയ കം ഫ്രസ്ട്രേഷൻ, അതിന് നമ്മുടെ കയ്യിൽ മരുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അത് സ്വയം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷണലിനെ ചെന്ന് കാണുക, ഒരു സൈക്കോളജിസ്റ്റിനെ ചെന്ന് കാണുക. എനിക്ക് ഈ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ മോശമായിട്ട് കമൻ്റ് ഇടാനുള്ളൊരു ത്വര വരുന്നുണ്ട്, കണ്ണുകടി ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു തരും. മൂന്നാമത്തെ പോയിന്റ്, ഈ തുണി പറിച്ചാടുന്ന പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രയോഗങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുകയാണെന്നും ലോകം മാറിയതറിയാതെ ജീവിക്കുന്ന തവളകളാണ് നമ്മളെന്നും ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ കാരണം, അത് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഇറ്റ്സ് അബൌട്ട് മ്യൂസിക്. നമ്മൾ മലയാളികൾക്ക് ബേസിക്കലി മാറ്റം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാറ്റം, പുതുമയുള്ളത് എന്നൊക്കെ കേൾക്കുമ്പോൾ അയ്യേ അത് ശരിയാവില്ല, അതെങ്ങനെ ശരിയാവുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് മനസ്സിലാദ്യം വരിക. അതിപ്പോൾ ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും ആർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും മാറ്റം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് അൺസഹിക്കബിളാണ്. ആ ഒരു അൺസഹിക്കബിലിറ്റി ഫാക്ടർ ഏറ്റവും വിസിബിൾ ആവുന്നത് മ്യൂസിക്കിലേക്ക് വരുന്ന സമയത്താണ്. അതിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിളിക്കാൻ പുള്ളി രക്തസാക്ഷിയൊന്നും ആയിട്ടില്ല, പുള്ളി ഒരു ഫീനിക്സ് പറവയായിരുന്നു. അങ്ങേരുടെ റേഞ്ച് എവിടം വരെ പോയി എന്നുള്ളത് മലയാളികൾ ദിങ്ങനെ നോക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു. ആ അറ്റാക്ക് ആദ്യമായി ഞാൻ കാണുന്നത് ജാസി ഗിഫ്റ്റിന് നേരെയാണ്. ഫോർ ദ പീപ്പിളിലെ പാട്ട് റിലീസാവുന്നു, ഇംഗ്ലീഷിൽ ആദ്യത്തെ വരികൾ, അതിനുശേഷം അതുവരെ യേശുദാസ്, MG ശ്രീകുമാർ, P ജയചന്ദ്രൻ ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്ന, അതിനെ മാത്രം പുകഴ്ത്തിക്കൊണ്ടിരുന്ന മലയാളികളുടെ മുന്നിലേക്ക് ജാസി ഗിഫ്റ്റിൻ്റെ ശബ്ദം വന്ന് വീഴാണ്. സഹിക്കാൻ പറ്റാതെ അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അത് കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ അറ്റാക്കിനിറങ്ങിയ കുറേ ആളുകളുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ യങ് ജനറേഷൻ ആ പാട്ടിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെ മനോഹാരിതയെ മനസ്സിലാക്കാനും അത് എൻജോയ് ചെയ്യാനും എന്നും യങ് ജനറേഷന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ വിഭാഗം ജാസി ഗിഫ്റ്റിൻ്റെ ശബ്ദത്തിനെ കുറ്റം പറഞ്ഞു, അയാളുടെ ഭാഷയെ, അയാളുടെ റാപ്പിനെ കുറ്റം പറഞ്ഞു. ശുദ്ധ സംഗീതം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്തൊക്കെയാണ് ആദ്യമായിട്ടൊരു സിംഗറിനെ കുറിച്ച് പരക്കെ ഒരു ആരോപണം ഉണ്ടാകുന്നത്, ഇവനൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ് പാട്ടുണ്ടാക്കണമെന്ന്. ഇതൊക്കെ പോട്ടെ,
നിങ്ങൾക്ക് ശബ്ദവും അയാളുടെ താളവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഗായകൻ്റെ ലുക്കിനെ കുറിച്ച്, അയാളുടെ നിറത്തിനെ കുറിച്ച് അവഹേളിച്ച് അയാളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആ സമയത്ത് കേരളത്തിലുടനീളം കണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു? അയാളുടെ പേര് ജാസി ഗിഫ്റ്റ് എന്നായിരുന്നു. അയാളുടെ കയ്യിലുള്ള ഗിഫ്റ്റ് അയാളുടെ മ്യൂസിക് ആയിരുന്നു. ആ മ്യൂസിക്കും കൊണ്ട് അയാൾ ഭാഷയുടെയും സംസ്ഥാനങ്ങളുടെയും അതിർത്തികളൊക്കെ ഭേദിച്ച് ഇന്നും ഈ കഴിഞ്ഞ ദിവസവും ഞാനൊരു ട്രെയിലർ കണ്ടപ്പോൾ അവിടെയും പാട്ടിനിടയിൽ, മ്യൂസിക്കിനിടയിൽ ജാസി ഗിഫ്റ്റിൻ്റെ സൗണ്ട് പോകുന്നത് കേട്ടു. എത്ര പാട്ടുകൾ, എത്ര സൂപ്പർ ഹിറ്റുകൾ, സ്വന്തം മ്യൂസിക്കിലും മറ്റുള്ളവരുടെ മ്യൂസിക് ഡയറക്ഷന് കീഴിലും ഒക്കെ ഹിറ്റ് പാട്ടുകളുടെ ഒരു നീണ്ട നിരയുണ്ട് ജാസി ഗിഫ്റ്റിന് പറയാൻ. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അയാളുടെ ആർട്ട് എന്ന് പറയുന്നത് അത് അത്രയും സത്യമുള്ളതായിരുന്നു. അങ്ങനെ ജാസി ഗിഫ്റ്റ് വരുന്നു, ഫോർ ദ പീപ്പിൾ ഹിറ്റാവുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി, അതിന് മുൻപും നമുക്ക് ഈ സിനിമാ പാട്ട് എന്ന് പറയുന്നൊരു പരിപാടിയെ മാറ്റി നിർത്തിയാൽ ഇടയിൽ കൂടി ലളിതഗാനവും ഇപ്പുറത്തെ സൈഡിൽ കൂടി നാടൻ പാട്ടുകളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹിറ്റ് പരിപാടിക്കൊക്കെ ശേഷം ഒരുപാട് ആൽബങ്ങൾ വരാൻ തുടങ്ങി. ആൽബങ്ങളുടെ എണ്ണം വളരെയധികം കൂടി, വളരെ ഹിറ്റായി മാറിയിട്ടുള്ള, കേരളം കൊണ്ടാടുന്ന രീതിയിലുള്ള മ്യൂസിക് ആൽബങ്ങൾ സംഭവിച്ചു. മാപ്പിളപ്പാട്ടുകൾ വളരെ ഹിറ്റാവാൻ തുടങ്ങി. പിന്നെ ഓഫ് കോഴ്സ് ഭക്തിഗാനങ്ങളും നാടൻ പാട്ടുകളും ഒക്കെ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഇൻഡിപെൻഡൻ്റായി വരുന്ന മ്യൂസിക് ആൽബങ്ങളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ചെമ്പകമേ ഒക്കെ റിലീസാവുന്ന സമയത്താണ്. ഫ്രാങ്കോ മലയാളികളുടെ ആ സമയത്ത്, അപ്പോഴും ഞാൻ മലയാളികൾ എന്ന് പറയുമ്പോൾ യങ് ജനറേഷൻ്റെ ഉള്ളിലാണ്, ഒരു തീ പോലെ ഫ്രാങ്കോ എന്ന് പറയുന്ന പേര് ആളി പടരുന്ന സമയമായിരുന്നു. അതിനോടൊപ്പം നമ്മൾ പറയേണ്ടത് ബാലഭാസ്കർ ആൻഡ് ടീം. അദ്ദേഹം വയലിനിലൂടെ ആണെങ്കിലും, ഇനി അതല്ല അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടാണെങ്കിലും ഒട്ടേറെ ഹിറ്റ് പാട്ടുകളുണ്ടായി. ആ സമയത്ത് നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ സംഭവിച്ചത് ടിപ്പിക്കൽ പരിപാടികളുടെ കൂടെ തന്നെ അവർ ഈ മ്യൂസിക് ആൽബങ്ങളും കൂടി നമ്മളെ കാണിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങനെയുള്ള പാട്ടുകൾ നമ്മളെ കാണിക്കാൻ വേണ്ടി ചാനലുകൾ ഉണ്ടാവാൻ തുടങ്ങി. ബാലഭാസ്കർ ആൻഡ് ടീമും ഷാനും, ഇതിനിടയിൽ കൂടി വിനീത് ശ്രീനിവാസൻ ആൻഡ് ടീം അവരുടെ ഇൻഡിപെൻഡൻറ്റ് പാട്ടുകളുമായിട്ട് വരുന്നു. അതൊക്കെ വലിയ ഹിറ്റുകളാവുന്നു. അപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസ്, എം ജി ശ്രീകുമാർ, പി ജയചന്ദ്രൻ. ഇനിയിപ്പോൾ സ്ത്രീകളുടെ ശബ്ദമാണെങ്കിൽ കെ എസ് ചിത്രയും സുജാത മോഹനും. അതായത് സൗണ്ടും സ്റ്റൈലും ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തകളെയൊക്കെ ഉടച്ചു വാർത്തുകൊണ്ട് യുവതലമുറയിൽപ്പെട്ട കുറേ ആളുകൾ കടന്നു വരികയും അവരൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുകയും ചെയ്തു. ആ സമയത്ത് ഈ പറയുന്ന ട്രാക്കുകളൊക്കെ ആയിട്ട് വന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതിൽ നിന്ന് വലിയ മോണറ്റൈസേഷൻ ബെനിഫിറ്റ് എടുക്കാനില്ല. അതിലിപ്പോൾ ഹിറ്റ് പാട്ടുകളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് കയറാനുള്ളൊരു മാർഗ്ഗം, വേറെ ചില ആളുകൾക്ക് പോപ്പുലാരിറ്റി, എൻ്റെ കഴിവ് ഇത്രയും ഉണ്ട് എന്ന് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആൽബമൊക്കെ ഹിറ്റായി കഴിഞ്ഞാലും നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെയുള്ള പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നത് ഗാനമേളകളായിരുന്നു. ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന പരിപാടിയല്ല, ഗാനമേളകളാണ്. അതിൽ ഹിറ്റായിട്ടുള്ള ഒന്നോ രണ്ടോ പാട്ടുകൾ ആരെങ്കിലും സിംഗേഴ്സ് പാടിയാലായി. പതിയെ നമ്മുടെ കേരളത്തിലെ റിയാലിറ്റി ഷോകൾ വളരെ ശക്തമാവാൻ തുടങ്ങി. ഒരുപാട് സംഗീതവുമായി ബന്ധപ്പെട്ട റിയാലിറ്റി ഷോസ് വന്നു. അതിലൂടെ ഒരുപാട് ടാലൻസ് വന്നു. ആക്ച്വലി നമ്മളെല്ലാവരും നോക്കിയിരിക്കാൻ തുടങ്ങി, കേരളത്തിൽ ഇത്രയും ഗംഭീര പാട്ടുകാരോ. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൈലിലും ശബ്ദത്തിലൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. ഇത്രയും റിയാലിറ്റി ഷോസിലൂടെ ഇത്രയും ഗായകർ കടന്നു വരുന്നു. പതിയെ പതിയെ അവർ മ്യൂസിക് ബാൻഡുകളായിട്ട് മാറാൻ തുടങ്ങി. ഇതിനിടയിൽ എൻ്റെ ഓർമ്മയിൽ റോസ് ബൗൾ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഇന്ന് നമ്മൾ കപ്പ ടി വി ആയിട്ട് കാണുന്ന അതിൻ്റെ ഒരു മുത്തശ്ശൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ആ ചാനൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് അവിയലിൻ്റെ ആ ഒരു ബാൻഡ് പെർഫോമൻസ് ഒക്കെ ആദ്യമായിട്ട് റോസ് ബൗൾ ചാനലിലാണ് കാണുന്നത്. വേറെയും കുറേ ഇൻഡിപെൻഡൻറ്റ് പാട്ടുകൾ, അതിൽ ചില പാട്ടുകളൊക്കെ ഇഷ്ടക്കൂടുതൽ കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ നോക്കിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ ചാനലിൻ്റെ സമയത്തൊക്കെയാണ് ഈ സ്റ്റീഫൻ ദേവസിയെ വളരെയധികം ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. സ്റ്റീഫൻ ദേവസിയുടെ ഒരു കോൺട്രിബ്യൂഷനും വളരെ വളരെ വലുതാണ്. കാരണം ഇപ്പോൾ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശനിലൊക്കെ പണ്ട് ലളിതഗാനം പാടുന്ന സമയത്ത് നമ്മൾ കാണുന്ന കുറച്ച് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും ഉണ്ട്. ആ പാടുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിലുള്ള പാട്ട് പാടുന്നവരൊക്കെ പാട്ടുകാരും ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരെല്ലാം സംഗീതജ്ഞർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇങ്ങനെയും കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ഈ രീതിയിലൊക്കെ ഇതിനെ ഇംപ്രവൈസ് ചെയ്യിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന ഒരു ധാരണ നമ്മളിലേക്ക് പകർന്നു തരുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. പിന്നീട് കപ്പ ടി വിയിലൂടെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഒരു കടന്നുവരവുണ്ടാകുന്നു. വേറെയും മ്യൂസിക് ബാൻഡുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഈ പറയുന്ന മ്യൂസിക് ബാൻഡുകൾ മറ്റുള്ളവരും ചെയ്തിരുന്ന ഒരു കാര്യം, അവർ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ അവരുടേതായ രീതിയിൽ ഇംപ്രവൈസ് ചെയ്ത് പാടുകയും ഇതിനോടൊപ്പം അവരുടേതായ പാട്ടുകൾ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ സമയത്തും നമ്മൾ തുടക്കം മുതൽ പറയുന്നത് പോലെ ഇതിനെ വളരെയധികം വിമർശിക്കുന്ന, നമ്മുടെ നല്ല പാട്ടുകളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ അത് വളരെയധികം ആസ്വദിക്കുന്ന ഒരു കൂട്ടവും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നൊരു കാര്യം, പച്ചക്കറിക്കായ തട്ടിൽ എന്ന് പറയുന്ന അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട്, അത് തൈക്കുടം ബ്രിഡ്ജിൻ്റെ ട്രാക്കാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അവർ ഈ പഴയ സിനിമാ പാട്ട് കേട്ടിട്ടില്ല. പുതിയ ജനറേഷന് കൂടി കേൾക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന തരത്തിൽ തങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലിലേക്ക് ആ പാട്ടിനെ പാടി എത്തിക്കാൻ
തൈക്കുടം ബ്രിഡ്ജിന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ TV ചാനലുകളുടെ കൂടി സപ്പോർട്ടോടുകൂടി നമ്മുടെ സംഗീത ശാഖയിൽ വലിയ മാറ്റങ്ങൾ ഒരുപാട് സമയമെടുത്തിട്ടാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ ബൂം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് സിംഗേഴ്സ് വളരെ പോപ്പുലറായി മാറിയിട്ടുണ്ടായിരുന്നു റിയാലിറ്റി ഷോസിലൂടെ. അവരിൽ പലരും സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ ആരംഭിക്കാൻ തുടങ്ങി. ഇൻസ്റ്റഗ്രാം വളരെ പോപ്പുലറായി തുടങ്ങുമ്പോൾ ആളുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ വരാൻ തുടങ്ങി. പിന്നെ TV ചാനലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരെല്ലാവരും പോപ്പുലറായി തുടങ്ങുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതും ഇവരെ വെച്ചുകൊണ്ടൊരു ഷോ ഷൂട്ട് ചെയ്ത് തീർക്കുക എന്നൊക്കെ പറയുന്നത്, കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റേജ് ഷോസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, കൊളാബറേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ TV പ്രോഗ്രാമിലേക്ക് വരിക എന്ന് പറയുന്നത് TV ഷോസിൽ ഇവരെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം. എന്തായാലും പുതിയ തലമുറയിലെ ടാലൻസ് നമ്മളിപ്പോൾ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ. യൂട്യൂബിനെക്കാളും ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ ഇതൊരു സ്റ്റാർ മേക്കിംഗ് പ്ലാറ്റ്ഫോമാണ് എന്ന് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാലിബർ ഉണ്ടോ, നിങ്ങൾ ആഘോഷിക്കപ്പെട്ടിരിക്കും. അതിപ്പോൾ എന്തുമാവാം, ഡാൻസ് ആവാം, പാട്ടാവാം, ചിലപ്പോൾ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആവാം, ചിലപ്പോൾ ചുമ്മാ പേപ്പർ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളൊരു വലിയ സ്റ്റാറായി മാറാൻ വളരെ കുറച്ച് സമയം മാത്രം മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു. അവിടെയും ഹാർഡ് വർക്ക് ആവശ്യമാണ്, അല്ലാതെ ചുമ്മാ വന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റാറായി മാറുമൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കാലിബർ ഉണ്ടോ, നിങ്ങൾ ആഘോഷിക്കപ്പെടും എന്ന നിലയിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ പാട്ടുകൾ എടുത്ത് നോക്കുമ്പോൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട്, അതായത് അവനവൻ തന്നെ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അതിന് ലിപ്സിങ് ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലും പാട്ടുകാരെ കാണുന്നത്. അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് അത് കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ട് അവർ തന്നെ ലിപ്സിങ് ചെയ്ത് അഭിനയിക്കുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് പാടുന്നത്. ഞാൻ പേഴ്സണലി ഈ റെക്കോർഡ് ചെയ്തിട്ട് ലിപ്സിങ് ചെയ്യുന്നതിനേക്കാൾ ലൈവായിട്ട് പാടുന്ന അതിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ ഒരു 100 പാട്ടുകാരെ എടുത്ത് നോക്കിക്കോ, 100 പേരും 100 സ്റ്റൈലായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ യേശുദാസിനെ പോലെ പാടുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഡ്രീമെങ്കിൽ ഇന്ന് യേശുദാസിനെ പോലെ ആവരുത് എന്ന് വെച്ചാൽ യേശുദാസിനെ പോലെ ആവരുതെന്നല്ല, ഒരു സിംഗറെ പോലെ ആകരുത് ഞാൻ, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ വേണം, എൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് പാറ്റേൺ വേണം എന്ന് ഈ സിംഗേഴ്സും ചിന്തിക്കാൻ തുടങ്ങി. ഇത് കാണുന്ന നമ്മൾ ഓഡിയൻസും ചിന്തിക്കാൻ തുടങ്ങി. എല്ലാവരും ഒരേപോലെ പാടുകയാണെങ്കിൽ നമ്മൾ ഒരാളെ കേട്ടാൽ പോരെ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസിൽ ഓരോ പാട്ടുകളും കേൾക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള രസമുണ്ട്, സുഖമുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇവിടെ ഒരു മൊണോപ്പൊളി ഇല്ലാതാവുകയാണ്. എന്ന് വെച്ചാൽ ശബ്ദത്തിൻ്റെയും സ്റ്റൈലിൻ്റെയും ഒരു മൊണോപ്പൊളി ഇല്ലാതാവുകയാണ്. അപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സോഷ്യൽ മീഡിയ കാലത്തിലേക്ക് വരുമ്പോഴും അതും തുടരുകയാണ്. എനിക്കിഷ്ടമല്ലാത്തത് കൊള്ളില്ല, എനിക്കിഷ്ടമുള്ളത് ഏറ്റവും സൂപ്പർ, അതെല്ലാവരും അംഗീകരിച്ചോണം. പക്ഷേ എനിക്കിഷ്ടമല്ലേ, അത് കൊള്ളില്ല. അത് ആരെങ്കിലും ആസ്വദിക്കുകയാണോ എങ്കിൽ അയാൾക്ക് ആസ്വാദന നിലവാരമില്ല എന്ന് എഴുതി തള്ളുന്നൊരു പാറ്റേൺ നമ്മൾ ഇന്നും തുടരുകയാണ്. ആ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് വളരെ വലുതാണ്. അതിലൊരാൾ ഗൗരി ലക്ഷ്മിയാണ്. ഗൗരി ലക്ഷ്മി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. കാസനോവ എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും ഹിറ്റായി മാറിയിട്ടുള്ള പാട്ടുകളിലൊന്ന് ഗൗരി ലക്ഷ്മി വരികൾ എഴുതി സംഗീതം പകർന്നിട്ടുള്ളതാണ്. അത് അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ പാട്ടാണ്. ഞാൻ പറയുന്നത് അവരുണ്ടാക്കിയ പാട്ടാണ്. സഖിയെ നിൻ കൺമുനകളിൽ എന്നുള്ളതാണ്. ഇന്നും ഈ പ്രേമം ഇങ്ങനെ നെഞ്ചിൽ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റിയ പാട്ടാണ്. അതവർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കി. അതിനുശേഷവും നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ടതായ കുറേ പാട്ടുകൾ ഗൗരി ലക്ഷ്മിയുടേതായിട്ട് വന്നിട്ടുണ്ട്. അവർ പാടിയ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടത്തോടുകൂടി കേൾക്കുന്നൊരു വലിയ കൂട്ടമുണ്ട് ഇവിടെ. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ചില സ്റ്റേജ് പ്രോഗ്രാമുകളിലെങ്കിലും അവർ പാടിയിട്ടുള്ള ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ട് ഈ പാട്ട് ഇങ്ങനെ പാടണ്ടായിരുന്നു. അത് അവരുടെ സ്റ്റൈലിൽ അവർ പാടുന്നതാണ്. ഞാൻ എന്ന് പറയുന്ന പ്രേക്ഷകന് അത് ഈ സ്റ്റൈലിൽ പാടണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ഫീലുണ്ട്. പക്ഷേ അവരോട് പാടണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല. അവർ പാടിയത് ശരിയല്ല എന്ന് പറയേണ്ട ആവശ്യവും എനിക്കില്ല. കാരണം അവരൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു, അതിലവരൊരു പാട്ട് പാടി, അത് കൊള്ളില്ല, അല്ലെങ്കിൽ അതിനെ എല്ലാവരും എഴുതി തള്ളുന്നതാണെങ്കിൽ അവർക്ക് പിന്നീട് പ്രോഗ്രാമുകൾ ഉണ്ടാവില്ല. പക്ഷേ ഗൗരി ലക്ഷ്മി ഇന്നും വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്റ്റേജ് പെർഫോമറാണ്. അവരങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അവരുടെ സ്റ്റൈലിൽ ഈ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് കാണാൻ വേണ്ടി സമയവും പണവും മുടക്കി വരുന്ന ആളുകൾ അവരത് എൻജോയ് ചെയ്തോട്ടെ എന്നല്ലേ. നമുക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ അത് കേൾക്കുന്നില്ല. മാത്രമല്ല അവർ സ്റ്റേജിൽ പെർഫോം ചെയ്താണ്, ഡാൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവരുടെ പാട്ടുകൾ വരുന്നത്. അതിനെ വളരെ മോശം രീതിയിൽ, അവരുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ നമ്മൾ കാണാൻ പറ്റും. പിന്നെ ഈ സ്റ്റേജിലെ
ഡാൻസ് കളിച്ചുകൊണ്ടുള്ള പാട്ട് പാടൽ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞപ്പോൾ മിസ് ചെയ്തൊരു പേരാണ്, അത് റിമി ടോമിയാണ്. ഈ പാട്ടെന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്ത് ഡാൻസ് ചെയ്ത് അങ്ങനെ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ന് മലയാളികളുടെ മുന്നിൽ അത് അവതരിപ്പിച്ചു. ആദ്യമൊക്കെ ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും അത് പിന്നീടും തുടർന്നുകൊണ്ട് പോയി അത് അവരുടെ തന്നെ ഒരു സ്റ്റൈലാക്കി മാറ്റി. പിന്നീട് ഒരുപാട് സിംഗേഴ്സ് അത് അനുകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് റിമി ടോമിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റത്തിന് ഉൾക്കൊള്ളാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള മലയാളിയുടെ മുന്നിൽ റിമി ടോമി ആടി പാടി തകർത്തിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അത് ഈ ഗൗരി ലക്ഷ്മിയുടെ ആണെങ്കിലും ആര്യ ദയാലിൻ്റെ ആണെങ്കിലും ചില സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അവർ പാടിയിട്ടുള്ള ആ പാട്ടിൻ്റെ ക്ലിപ്പെടുത്ത് ട്രോളാക്കിക്കൊണ്ടും നമുക്ക് പലരും അയച്ചു തരാറൊക്കെ ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു പരിമിതമായ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു സ്റ്റേജ് പ്രോഗ്രാം കാണുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹനാൻ ഷാനെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അയാൾ സ്പീക്കേഴ്സ് ഇന്നത് വേണം, മൈക്ക് ഇന്നത് വേണം എന്നൊക്കെ ഡിമാൻഡ് വെക്കുന്നു എന്നുള്ളതാണ്. അത് ഇതിനു മുമ്പ് തൈക്കുടം ബ്രിഡ്ജ് കോഴിക്കോട് ഒരു പരിപാടി അവതരിപ്പിക്കാൻ ചെന്നപ്പോഴും അവർ ചോദിച്ച മൈക്കും സ്പീക്കേഴ്സും ഒന്നും അറേഞ്ച് ചെയ്യാത്തതുകൊണ്ട് അവർ പരിപാടി നടത്തുന്നില്ലെന്ന് പറഞ്ഞതാണ്. അതങ്ങനെയാണ് ഒരു സ്റ്റേജ് ഈവൻ്റ് എന്ന് പറഞ്ഞാൽ. അത് സിംഗേഴ്സ് അവർ പാടുന്ന അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്നൊരു പാട്ട് അത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് ഏറ്റവും നന്നായി എത്തിക്കണമെങ്കിൽ ഇന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ടായേ പറ്റൂ. അതങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ പെർഫോം ചെയ്യൂ എന്ന് പറയുന്നത് അവരൊരു പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗേഴ്സും ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആളുകളും ഇതിനെ കൃത്യമായി നോക്കുന്ന അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ടാവും. അയാൾ എല്ലാ സ്പീക്കേഴ്സിനെ കുറിച്ചും എല്ലാ സൗണ്ട് പരിപാടികളെക്കുറിച്ചും ഒക്കെ അവെയർ ആയിരിക്കും. അവിടുത്തെ സ്ഥലം എത്രയാണ്, അവിടെ വരുന്ന ഓഡിയൻസ് എത്രയാണ്, അവിടെ ചുറ്റുമുള്ള ബിൽഡിങ്സ്, അതിലുള്ള ഗ്ലാസുകളുടെ എണ്ണം പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൗണ്ട് എഞ്ചിനീയർ നിന്ന് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു സ്റ്റേജ് ഈവൻറ്റ് നമ്മൾ നന്നായി ആസ്വദിക്കുക. ടവർ കണക്കിന് സ്പീക്കേഴ്സൊക്കെ അടുക്കി വെച്ച് നല്ല സൗണ്ട് എഫക്റ്റിൽ ഒരു സ്റ്റേജ് ഷോ നമ്മൾ കാണുന്ന സമയത്ത് അത് ഭയങ്കര ഇമ്പാക്റ്റാണ് നമ്മളിൽ ഉണ്ടാക്കുക. ഞാൻ ഈ റോക്ക് സോങ്സ് ഒന്നും കേൾക്കാത്തൊരാളാണ്. പക്ഷേ ഞാൻ റേഡിയോ മാംഗോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ റോക്ക് ബാൻഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു റിയാലിറ്റി ഷോ അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫൈനൽ ഇവൻറ്റ്, ഞാൻ ആ സമയത്ത് കണ്ണൂരാണ്, കൊച്ചിയിലാണ് ഇതിൻ്റെ പരിപാടികൾ നടക്കുന്നത്. ഫൈനൽ ഇവൻറ്റിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ ഗിറ്റാറൊക്കെ വെച്ചിട്ട് അലറി വിളിച്ചിട്ടുള്ള പരിപാടികൾ എന്നൊക്കെ മാത്രമാണ് ഞാൻ അതിനെ നോക്കി കണ്ടിരുന്നത്. പക്ഷേ ലൈവായി ഞാൻ ഈ ബാൻഡുകളെ കാണുമ്പോൾ, അന്ന് വളർന്നു വരുന്ന പല ബാൻഡുകളുണ്ട്, ഈ ബാൻഡുകളുടെ പെർഫോമൻസ് ലൈവായി നിന്ന് കാണുമ്പോൾ ഈ ബോഡിയൊക്കെ ഇങ്ങനെ എനർജറ്റിക് ആവുക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. ഞാൻ അതിഗംഭീരമായിട്ട് എൻജോയ് ചെയ്തൊരു ഇവൻ്റാണത്. പക്ഷേ അതേ സാധനം ഞാൻ വീട്ടിൽ വന്നിട്ട് കേൾക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല. ആ സ്റ്റേജ് ഈവൻറ്റ് അത്രയും ആൾക്കൂട്ടത്തിൽ ഇത്രയും നല്ല സൗണ്ട് എഫക്റ്റിൽ ഞാൻ എൻജോയ് ചെയ്യുമ്പോൾ അതെനിക്ക് തരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ചില ആളുകൾക്ക് അതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ്. വേറെ ചില ആളുകൾക്ക് ഈ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹമായിരിക്കും. അവർ കുറച്ച് വെള്ളി വീഴ്ത്തി പാടിയാൽ പോലും, ഇനിയിപ്പോൾ ഒരു മൈനസ് ട്രാക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ലിപ്പ് അനക്കി എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ആ ആർട്ടിസ്റ്റിൻ്റെ ലൈവ് പെർഫോമൻസ് കാണണം എന്നാഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ട്. പല രീതിയിലാണ് ആളുകളെ ഇത് ഇമ്പാക്റ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇത്രയും പ്രൊഫഷണലി സൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഒരു സ്റ്റേജ് ഇവൻറ്റിൽ ഒരു പാട്ട് നമ്മൾ കേൾക്കുന്നത്. ഈ പാട്ടിനെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോഴൊരു പ്രശ്നം, നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഈ സ്പീക്കർ, ഇതിൻ്റെ പ്രിയാമ്പ്, ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ടേംസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഫോണ് തലയും കുത്തി കിടന്നാലും, ഇത് ഏകദേശം 1.5 ലക്ഷം രൂപ അടുത്ത് വിലയുള്ള ഫോണാണ്. ഈ ഫോണാണെങ്കിലും ഏത് ഫോൺ കൊണ്ട് നമ്മൾ തലയും കുത്തി കിടന്നു കഴിഞ്ഞാലും അവരാ ഉണ്ടാക്കുന്ന ആ സ്റ്റേജിൽ ഈ പ്രോഗ്രാം ലൈവായി കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഇമ്പാക്റ്റിൻ്റെ ഒരു 10% പോലും ചിലപ്പോൾ ഒപ്പിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. കുറേ സൗണ്ട് പീക്ക് അടിച്ചു പോകും, കുറേ റെക്കോർഡ് ആവാതെ പോകും, പലതരം പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏത് സൈഡിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നൊക്കെ ഈ പറയുന്ന ഫോണിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് ഈ സിംഗേഴ്സ് സ്റ്റേജിൽ പെർഫോം ചെയ്തത് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത്, അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത്. പണ്ട് ജോബ് കുര്യൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തൊരു കാര്യം, ഞാൻ പാട്ട് പാടാൻ പറഞ്ഞില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചപ്പോൾ, നമ്മൾ ഈ കേൾവിക്കാർക്ക് വേണ്ടി പാട്ട് സ്റ്റുഡിയോയിൽ വെച്ച് ഒരുപാട് ടേക്കുകളൊക്കെ എടുത്ത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് പാടുന്നതാണ്. സ്റ്റേജിലാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് പാടുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു റെക്കോർഡറായിട്ട് ചെന്ന് ഒരു പാട്ട് പാടി തരുമെന്ന് ചോദിക്കുമ്പോൾ പാട്ട് പാടി കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഈ പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, ഈ പറയുന്ന സുഖം ഉണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആ ഒരു ചെറിയ ഡിവൈസിലേക്ക് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഒരു തുറന്ന ആംബിയൻസിലിരുന്ന് പാട്ട് പാടാൻ അയാളോട് ആവശ്യപ്പെട്ടില്ലല്ലോ എന്നുള്ളത് എന്നോടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് പറഞ്ഞത്. അത്രേ ഉള്ളൂ, കാര്യം സിമ്പിളാണ്. ഈ ട്രോൾ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ഇവൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. എന്നാൽ ഇതേ പാട്ട്, ഗൗരി ലക്ഷ്മിയുടെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ടുള്ള പാട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് യൂട്യൂബിൽ ഹെഡ്ഫോൺ വെച്ച് കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാട്ടിൽ നിന്ന് കിട്ടുന്ന എഫക്റ്റ് വേറെ ആയിരിക്കും. സ്റ്റിൽ പാട്ടിൻ്റെ വരികളും അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക്കിനോടും ഒക്കെയുള്ള ചിലപ്പോൾ എതിർപ്പുകളുണ്ടാവും, ഇഷ്ടക്കൂടുതലുകളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ പോലും നമ്മളെ കേൾപ്പിക്കാൻ വേണ്ടി അവർ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്. ആര്യ ദയാൽ
ഇതുപോലെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിംഗറാണ്. അവർ സഖാവ് എന്ന് പറയുന്ന ഒരു കവിത അവരുടെ തന്നെ യൂട്യൂബ് ചാനലിൽ പാടിയിട്ടിട്ടാണ് ആദ്യമായിട്ട് വൈറലാവുന്നത്. അതിനുശേഷം കർണാടക സംഗീതവും ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ വെച്ചുകൊണ്ടുള്ള മാഷപ്പ് പരിപാടികളൊക്കെ പുള്ളിക്കാരി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അതിൻ്റെയൊക്കെ ഒരു വലിയ ഫാനായിരുന്നു. അതിൻ്റെ ഫാൻസ് ആയിരുന്നു കുറേ ആളുകൾ. ഒരു ഉക്കിലയിലേക്ക് വെച്ച് ഭയങ്കര രസമായിട്ട് ആര്യ ദയാൽ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ പാടിയിടും. പക്ഷേ ആ ആര്യ ദയാൽ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങുന്നത് കണ്ണോട് കാണുമ്പോഴെല്ലാം എന്ന് പറയുന്ന ആ ഒരു പാട്ട് അവരുടെ ഒരു വേർഷൻ പാടുന്ന സമയത്താണ്. അതിനോട് പലർക്കും വിയോജിപ്പുകൾ ഉണ്ടാവാം. എൻ്റെയും ആസ്വാദനത്തിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നില്ല ആ പാട്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആര്യ ദയാലിൻ്റെ ആ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതിനുശേഷവും ആര്യ ദയാലിൻ്റെ ഒരുപാട് ഷോസ് നടന്നിട്ടുണ്ട്. അവിടെയൊക്കെയും ആളുകൾ ആര്യ ദയാലിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ചെന്നിട്ടുമുണ്ട്. ഒരു റിയാലിറ്റി ഷോയിൽ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കുറച്ചും കൂടി നല്ല ഫീലിൽ പാടണം മോളെ എന്ന് പറഞ്ഞിട്ട് ആര്യ ദയാൽ അത് പറഞ്ഞു കൊടുത്തിട്ട് അത് പാടിക്കൊടുക്കുമ്പോൾ ആര്യ ദയാൽ പാടുമ്പോഴും അതിനകത്ത് ഫീലില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര്യ ദയാലിൻ്റെ ആ സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിന് ഇവിടെ ഒരു വലിയ ആരാധക വൃന്ദമുണ്ട്. ആര്യ ദയാൽ ഇവിടെ ഉണ്ടാക്കുന്നൊരു വിപ്ലവം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നന്നായി പാടാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുത്തു വെച്ച് പാടിയാൽ നിങ്ങൾക്ക് വൈറലാവാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ കൂട്ടം ആരാധകരെ സൃഷ്ടിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആര്യ ദയാലിന് ശേഷമാണ് അങ്ങനെ ഫോൺ എടുത്തു വെച്ച് ലൈവായി പാട്ട് പാടി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാവുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ മാറ്റത്തിൻ്റെ ഒരു തുടക്കമാണ്. ഇനി നമുക്ക് ഹനാൻ ഷായിലേക്ക് വരാം. ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കിയാൽ 3 മില്യൺ ഫോളോവേഴ്സാണ് ഹനാൻ ഷായ്ക്കുള്ളത്. യൂട്യൂബിലേക്ക് വരുമ്പോൾ 2.69 മില്യൺ ഫോളോവേഴ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ഹനാൻ ഷാ എന്ന് പറയുന്നൊരു പേര് ഞാൻ അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പല രീതിയിൽ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. ചിലരൊക്കെ ചില യൂണിവേഴ്സുകളായിട്ടൊക്കെ മാറും. ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു സെഗ്മെൻ്റ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. അങ്ങനെ ഹനാൻ ഷാ എന്ന് പറയുന്നത് എനിക്കത്ര പരിചിതമായ ഒരു പേരായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിറാപ്പുഞ്ചി മഴയത്ത് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ആ ട്രാക്കിങ്ങിന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു കണ്ടൻറ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ടീമിലെ ശ്രുതി ഹനാൻ ഷായുടെ ഫാമിലി വ്ളോഗുകൾ ശ്രദ്ധിക്കുന്നത്. ആ സമയത്തും ആസ് എ സിംഗർ എന്നതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആസ് എ ഫാമിലി വ്ളോഗർ ഹനാൻ ഷായ്ക്ക് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. അത് അയാളുടെ നിലപാടുകൾ ഒരു കാരണമാണ്. അയാളുടെ കുടുംബത്തെ അയാൾ അവിടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും മുന്നിൽ കാണിക്കുകയാണ്. അതിലെ രസകരമായ മൊമെൻറ്റ്സ് ഒരു കാരണമാണ്. സോ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു സിംഗർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഹനാൻ ഷാ എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗറും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ അയാളെ കാണാൻ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് അയാളുടെ പാട്ട് കേൾക്കാൻ മാത്രമായിരിക്കില്ല, അയാളെ ഒന്ന് കാണുക, തങ്ങളുടെ ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ സ്റ്റാറിനെ കാണുക, പറ്റിയാൽ അയാളുടെ കുടുംബാംഗങ്ങൾ, ഈ കുടുംബാംഗങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അവരെയും കാണുക എന്നൊക്കെ പറയുന്നൊരു സന്തോഷം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹനാൻ ഷാ അല്ല, ഹനാൻ ഷായുടെ അനിയൻ പാടിയാലും മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും കയറി നിന്ന് പാടിയാലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണാൻ വരുന്ന ഫാൻസ് അത് ആഘോഷിക്കും. കുറേ ആൾക്കാർ ഇപ്പം ഹനാൻ ഷായുടെ അനിയൻ പാടിയ ഒരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെയൊക്കെ പച്ചത്തെറിയാണ്, ഇവന് കഴിവില്ലെന്നറിയില്ല, കുറേ വളരെ മോശം വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കമൻ്റ് ഇടുന്ന ഒരുത്തനും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഹനാൻ ഷാ എന്ന് പറയുന്ന സിംഗറിനെ മാത്രമല്ല, ഹനാൻ ഷാ എന്ന് പറയുന്ന ആ വ്ളോഗറിനെ അല്ലെങ്കിൽ ഹനാൻ ഷാ എന്ന് പറയുന്ന ആ പേഴ്സണാലിറ്റി, അയാളുടെ ഫാമിലിയെ ഒന്നടങ്കം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് എനിക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചതുപോലെ കുറേ പാട്ട് കേൾക്കണം എന്നല്ല, അവരവിടെ അത് മാത്രമല്ല, അവരവിടെ വരുന്ന സമയത്ത് അവർക്ക് പാട്ട് കേൾക്കണം, അവർക്ക് ഹനാൻ ഷായുടെ കൂടെ അവർക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണം, റീൽസ് എടുക്കണം, സെൽഫി എടുക്കണം, മറ്റേ മൊബൈൽ ഫോണിൽ ടോർച്ച് ലൈറ്റ് കത്തിച്ചിങ്ങനെ എല്ലാവരും കൂടി വീശി കാണിക്കണം, ഹനാൻ ഷായുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണണം, അവരും പാടട്ടേന്നേ, അവരും എന്തെങ്കിലുമൊക്കെ കയറി എന്ന് പറയട്ടെ. അതിപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യം അവർ പറഞ്ഞാലും അത് കണ്ട് ചിരിക്കുക, സന്തോഷിക്കാമെന്ന്. സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയമുള്ള, കേട്ട് പരിചയമുള്ള ഈ ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പറയുന്ന ഒറ്റ വരിയെ എനിക്കും ഇപ്പോഴും അറിയുള്ളൂ. പക്ഷേ അത് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ വേറെ ചില ആളുകൾക്ക് അത് അവരുടെ ലൈഫിൻ്റെ ട്യൂണാണ്. എന്നുവെച്ചാൽ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതത്തിൽ എങ്ങോട്ടൊക്കെയോ ഞാൻ എസ്കേപ്പ് ആവുന്നുണ്ട് എന്ന് മനസ്സിനെ ധരിപ്പിക്കാൻ ചിലപ്പോൾ ആ ഒരു മ്യൂസിക് ബിറ്റ് കൊണ്ട് സാധിക്കുന്ന ആളുകളുണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു ട്രാക്കാണ് ഇപ്പോൾ ജോബ് കുര്യനും ഹരീഷ് ശിവരാമകൃഷ്ണനും ചേർന്ന് പാടിയിട്ടുള്ള പദയാത്ര എന്ന് പറയുന്ന ട്രാക്ക്. ഞാൻ ഒരിടയ്ക്ക് എന്നും രാവിലെ എണീറ്റ് ആദ്യം കേട്ടുകൊണ്ടിരുന്ന ആ പാട്ടാണ്. കാരണം ആ പാട്ട് എൻ്റെ ഈ ഹാർട്ടിനകത്ത് ഈ സന്തോഷത്തിലേക്കൊരു കമ്പി വലിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ് ഇങ്ങനെ തട്ടുന്നത് പോലെ എനിക്ക് ഫീൽ തരുന്ന ഒരു പാട്ടായിരുന്നു അത്. അതുപോലെ ചിറാപ്പുഞ്ചി മഴയത്തുണ്ടാവും, അല്ലെങ്കിൽ ഹനാൻ ഷാ പാടിയിട്ടുള്ള മൂളിയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാക്ക് ഉണ്ടാവും. അതൊന്ന് കേൾക്കാൻ വേണ്ടി ഹനാൻ ഷായുടെ ഒരു ഇവൻറ്റിന് പൈസ മുടക്കി ഫാമിലി ആയിട്ട് ചെന്ന് കയറിയിരിക്കുക. അവരെന്തവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്താലും എനിക്ക് സന്തോഷമാണ്. ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് കരുതി ഈ പ്രോഗ്രാം കാണാൻ പോകുന്നത്. അല്ലാതെ ഹനാൻ ഷായുടെ മറ്റേ പിച്ച് മാറിയോ, അയാളുടെ ശ്രുതിമധുരമായ ശബ്ദത്തിന് എന്തെങ്കിലും സംഭവിച്ചോ, വീട്ടുകാർ പാടുമ്പോൾ അതിൽ മറ്റേ സംഗതികളൊക്കെ ശരിയാണോ എന്ന് നോക്കുന്നവരല്ല.
അവർ എൻജോയ് ചെയ്യാൻ വരികയാണ്. അവരൊരു ഇവൻറ്റിനെ സമാധാനമായിട്ട് ഫാമിലിയോടൊപ്പമോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എൻജോയ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അതവിടെ ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും അയാളെ കാണാൻ വരുന്ന ആൾക്കൂട്ടം വലുതായിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെന്നേ. അയാൾ അവിടെ നിയമവിരുദ്ധമായ ഭീകരപ്രവർത്തനങ്ങളൊന്നും അല്ലല്ലോ നടത്തുന്നത്. അയാൾ ഒരു കലാകാരനാണ്. അയാളുടെ ജീവിതം പൊതുജനങ്ങളുടെ മുന്നിൽ അയാൾ കാണിച്ചിട്ടുള്ളതാണ്. അതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അയാൾക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക. അയാളുടെ ഫാമിലി വരുന്നെങ്കിൽ വരട്ടെ, അയാളുടെ മ്യൂസിക് ടീം വരുന്നെങ്കിൽ വരട്ടെ, അയാൾ എന്നോട് സംസാരിക്കുകയാണ് എന്ന ഫീലോടുകൂടി അയാളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആളുകളാണ്. അവർ വന്ന് എൻജോയ് ചെയ്തിട്ട് പോട്ടെ. അതിനെ പുറത്തിരുന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇവന്മാരാരും കണ്ടിട്ടില്ലേ എന്ന് ചില കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മ്യൂസിക് മാറുന്നു എന്ന് കരുതി ടെൻഷൻ അടിക്കുന്ന ആളുകളല്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവനെയൊക്കെ കാണാൻ പോകാൻ ഈ ആൾക്കാർക്കൊക്കെ പ്രാന്താണോ എന്ന് ചോദിക്കുന്ന ആളുകൾ അവരെപ്പോഴെങ്കിലും ഒരു ലൈവ് പ്രോഗ്രാം ഒരു വലിയ മാസമായിട്ടുള്ള ഓഡിയൻസിൻ്റെ കൂടെ നിന്ന് എൻജോയ് ചെയ്യണം. ചിലപ്പോൾ ആ സ്റ്റേജിൽ നടക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അവർ പറയുന്ന കാര്യങ്ങളോ പാടുന്ന പാട്ടോ ഭാഷയോ മ്യൂസിക് നിങ്ങൾക്ക് ശീലമുള്ളതോ ഒന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾ എൻജോയ് ചെയ്യും. നിങ്ങൾ ആ മൊമെൻറ്റിൽ ജീവിക്കും. ഞാൻ കഴിഞ്ഞ വർഷം ഗോവയിൽ ബ്രയൻ ആഡംസിൻ്റെ ഒരു ലൈവ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പോയി. ബ്രയൻ ആഡംസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സിംഗറാണ് എന്നുള്ളത് അറിയാമെന്നല്ലാതെ ഞാൻ നേരെ പുള്ളിയുടെ ഒരു ട്രാക്ക് പോലും കേട്ടിട്ടില്ല. പുള്ളിയുടെ പാട്ടുകൾ, അതിൻ്റെ അന്തസത്ത, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ച് ജെറി വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഗോവയിൽ ബ്രയൻ ആഡംസിൻ്റെ കൺസേർട്ടിന് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇരിപ്പുണ്ട്, എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അവൻ കാലി മാറി, നീ വരുന്നോന്ന്. ഞാൻ ബ്രയൻ ആഡംസിൻ്റെ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും അറിയില്ല, ഈ പുള്ളിയുടെ പാട്ടൊന്നും ഞാൻ നേരെ കേട്ടിട്ടില്ല. പക്ഷേ അന്നത്തെ നൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി പ്രൊഫഷണലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന സൗണ്ട് സിസ്റ്റംസ് എല്ലാം വെച്ചിട്ട് ഒരു സ്റ്റേഡിയം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഒരു വലിയ ആൾക്കൂട്ടം, അതും ഭാഷയും നാടും ഒന്നും അറിയാത്ത പലതരം ആളുകൾ, പലതരം കോസ്റ്റ്യൂംസ്, എല്ലാവരും വന്നിരിക്കുന്നത് ബ്രയൻ ആഡംസിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഒക്കെ മനസ്സിലുള്ളത് അവർ സംഗീതം കൊണ്ട് ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള ഒരാളെ നേരിട്ട് കാണുന്ന സന്തോഷമാണ്. അവർ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ട്രാക്കുകൾ നേരിട്ട് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്ന സന്തോഷമാണ്. അവിടെ നിന്ന ഓരോ ആൾക്കാരും അദ്ദേഹം പാടുമ്പോൾ കൂടെ നിന്ന് പാട്ട് പാടുന്നു. എല്ലാവരുടെയും ബോഡി മൂവ്മെൻറ്റ്, നിങ്ങൾ ശരിക്കും അവതാർ സിനിമയിൽ എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കൂലേ എന്ന് പറയുന്ന പോലത്തെ ഒരു മൊമെൻറ്റിലേക്ക് മാറും. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രം. അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഇമോഷൻ അനുസരിച്ച് ചിലപ്പോൾ ഉള്ളിലെ സങ്കടങ്ങളെ എടുത്ത് പുറത്തിടുന്നതായിരിക്കും. പക്ഷേ എല്ലാവരും ശാന്തമാണ്, എല്ലാവരും സന്തോഷത്തിലാണ്, ഒരുപോലെ ഡാൻസ് ചെയ്യുന്നു. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ആ ആംബിയൻസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ലോകമുണ്ട്. അതിനെ ഒരിക്കലെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ഈ ലൈവ് പാടുന്ന ആളുടെ വായിൽ നിന്ന് വീഴുന്ന വെള്ളി എണ്ണാൻ നിൽക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത്. അന്ന് ആ രാത്രി നല്ല നിലാവുള്ള ഒരു രാത്രിയാണെന്ന് തോന്നുന്നു. ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ഓരോ ആൾക്കാരും ആ സ്റ്റേഡിയത്തിൽ നിന്ന് പോകുമ്പോൾ ഞാനും ആകാശം നോക്കി ഇങ്ങനെ കിടന്നു. ആ ദിവസം, ആ മൊമെൻറ്റ്സ് ഒന്നും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മൊമെൻറ്റ് ആൾക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ. അത് ഹനാൻ ഷായെ കേൾക്കാൻ വന്നിട്ടാണെങ്കിലും, ആര്യ ദയാലിനെ കേൾക്കാൻ വന്നിട്ടാണെങ്കിലും, സിത്താരയെ കേൾക്കാനോ ആൻഡ്രിയ ജെർമിയെ കേൾക്കാനോ വന്നിട്ടോ ആയിക്കോട്ടെ. അവിടെ വന്ന ആളുകൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ, ആ ആംബിയൻസ് അവർക്ക് സന്തോഷം കൊടുത്തിട്ടുണ്ടോ, അതിന് പണം മുടക്കാൻ, സമയം മുടക്കാൻ അവർ തയ്യാറാവുന്നിടത്തോളം അതിനെ ദുഷിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കിഷ്ടമല്ല എന്നുള്ളത് നമ്മളും ബാക്കിയുള്ളവരും വെറുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചിന്തിക്കുന്നത് മോശമല്ലേ ചേട്ടാ ചേച്ചി? ഇതൊരു വലിയ സ്ട്രെസ് ബസ്റ്ററാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ എടുത്ത് നോക്കിയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ പ്രായമായ ഒരാൾ വരെ എത്തി നിൽക്കുമ്പോഴും ആളുകളൊക്കെ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലൊരു ഇവൻറ്റ് വരുന്നു. അപ്പം ഇങ്ങനൊരു പാട്ട് സ്റ്റേജിൽ വരുമ്പോൾ ആളുകളൊക്കെ അത് കേട്ട് ഒപ്പം പാടുകയാണ്. വളരെ ഉറച്ച ശബ്ദത്തിൽ അത്രയും എനർജി എടുത്ത് പാടുകയാണ്. അതിൻ്റെ കൂടെ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അങ്ങനെ ശക്തമായി പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു സ്ട്രെസ് റിലീഫുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, നല്ല 2 തെറി പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ്. ദേഷ്യം വരുമ്പോഴേ തെറി വിളിച്ച് ആ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ തല്ലുണ്ടാക്കി സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയും. ഇതൊന്നും അവർ ചെയ്യണമല്ലോ. അവർ മനോഹരമായൊരു പാട്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മനോഹരമെന്ന് തോന്നുന്നൊരു പാട്ട് കേൾക്കുന്നു, അതവർ കൂടെ പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, ഹാപ്പി ആവുന്നു. ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവരങ്ങനെ കംഫർട്ടബിളായി ഇരിക്കുന്നത് കണ്ടിട്ട് വേറെ കുറേ ആളുകൾ ഇവിടെ അൺകംഫർട്ടബിൾ ആവേണ്ട ആവശ്യമില്ല. പിന്നെ പണ്ട് ആരോ പറഞ്ഞ പോലെ അസൂയയ്ക്ക്, മറ്റേനിപ്പോൾ മരുന്നും വേറെ പരിപാടിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ അസൂയയ്ക്ക് ഇപ്പോഴും ഒരു മരുന്ന് കിട്ടിയില്ല. അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിൻ്റെ പാർട്ടാവാതിരിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണേ എന്ന് ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സോ പുതിയ ട്രെൻഡുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ, ട്രെൻഡ് സെറ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. പുതിയ ടാലൻറ്റുകൾ, അവരുടെ പലവിധമായ ടാലൻറ്റുകൾ ആളുകളിലേക്ക് എത്തിക്കുകയും ആളുകൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യട്ടെ. ശുദ്ധ സംഗീതം
ഇടയ്ക്കൊക്കെ മരിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇത്തരം ഇവൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത്, അവിടെ സന്തോഷത്തിൻ്റെ ഈ പൂത്തിരികൾ കത്തുന്ന സമയത്ത് ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോപ്പറായി നടക്കുക, ക്രൗഡിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക, അങ്ങനെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുകയും അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം സംഘാടകരൊക്കെ ഈ ക്ലയൻറ്റിൻ്റെ അടുത്ത്, സ്പോൺസേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് പറയുമ്പോൾ വരാൻ പോകുന്ന ആരാണെന്നറിയോ, ഇത് ഭയങ്കര പരിപാടിയാണ്, ഭയങ്കര ആൾക്കൂട്ടം ഉണ്ടാവും എന്ന് പറയും. പക്ഷേ പോലീസ് അടക്കമുള്ള ആളുകളുടെ അടുത്ത് പെർമിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ വരുള്ളൂ, അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ, സാർ ആ പെർമിഷൻ ഇങ്ങോട്ട് തരി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ മാറിക്കൊണ്ട് ക്രൗഡിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കി വലിയ വലിയ പരിപാടികൾ ഉണ്ടാക്കപ്പെടട്ടെ, അവിടെയൊക്കെ ആളുകൾക്ക് സന്തോഷം കണ്ടെത്താനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.